ആണവായുധങ്ങൾ തേടിയിട്ടില്ല. തുർക്കിയിൽ നടന്ന ചർച്ചകളിൽ ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചി ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ തേടിയിട്ടില്ലെന്നും നീതിയുക്തവുമായ ഒരു ആണവ കരാറിന് തയ്യാറാണെന്നും ഉറപ്പിച്ചു പറഞ്ഞു. ഇറാന്റെ പ്രതിരോധ മിസൈൽ ശേഷികൾ ഒരിക്കലും ചർച്ച ചെയ്യാൻ കഴിയാത്തതാണെന്നും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യില്ലെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. സമാധാനം സംരക്ഷിക്കുന്നതിനുള്ള പ്രാദേശിക ഇടപെടലിനുള്ള ഇറാന്റെ സന്നദ്ധതയും അദ്ദേഹം പ്രകടിപ്പിച്ചു. എന്നാൽ ഭീഷണികളുടെ നിഴലിൽ നടന്നാൽ അമേരിക്കയുമായുള്ള ചർച്ചകൾ നിരസിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈനിക നടപടി ഭീഷണിപ്പെടുത്തിയതോടെ US ഇറാൻ സംഘർഷങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ചർച്ചകൾ നടന്നത്. ഇറാൻ തുർക്കി ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ചും പൊതു ആശങ്കയുള്ള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും പ്രസിഡന്റ് എർദോഗനുമായും FM ഫിദാനുമായും ഇടപഴകുന്നതിൽ എപ്പോഴും സന്തോഷമുണ്ടെന്നും പറഞ്ഞു. ഞങ്ങളുടെ സംഭാഷണങ്ങളിൽ ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ തേടിയിട്ടില്ലെന്നും നമ്മുടെ ജനങ്ങളുടെ നിയമാനുസൃത താൽപര്യങ്ങൾ നിറവേറ്റുന്ന നീതിയുക്തവുമായ ഒരു ആണവ കരാർ സ്വീകരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഇതിൽ ആണവായുധങ്ങൾ വേണ്ട എന്ന് ഉറപ്പാക്കുകയും ഉപരോധങ്ങൾ പിൻവലിക്കുന്നത് ഉറപ്പാക്കുകയും ചെയ്യുന്നു. മറ്റ് സഹോദര അയൽക്കാർക്കൊപ്പം മേഖലയിലെ സമാധാനവും സ്ഥിരതയും പിന്തുടരുന്നതിനായി തുർക്കിയെ അതിന്റെ നല്ല ഓഫീസുകൾ വികസിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ അത്തരം ശ്രമങ്ങൾക്ക് നന്ദിയുള്ളവരാണ്. അവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മേഖലയിലെ സമാധാനവും സ്ഥിരതയും സംരക്ഷിക്കുന്നതിനും നിയമവിരുദ്ധമായ ആക്രമണത്തിൽ നിന്നും അതിനെ സംരക്ഷിക്കുന്നതിനും പ്രാദേശിക രാഷ്ട്രങ്ങളുമായി ഇടപഴകാൻ ഇറാൻ എപ്പോഴും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ടെഹ്റാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുന്നത് തള്ളിക്കളയാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിസമ്മതിച്ചതോടെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിൽ അമേരിക്കയുമായി ന്യായവും നീതിയുക്തവുമായ ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാണെന്നും അരാക്ചി പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. വെള്ളിയാഴ്ച തുർക്കി സന്ദർശിച്ച അരാക്ചി മാധ്യമപ്രവർത്തകരോട് ചർച്ചകളിൽ ഇറാൻ ഒരു പ്രശ്നവുമില്ല, പക്ഷേ ഭീഷണികളുടെ നിഴലിൽ ചർച്ചകൾ നടക്കില്ല എന്ന് പറഞ്ഞു. ഇറാന്റെ പ്രതിരോധ മിസൈൽ ശേഷികളും ഇറാന്റെ മിസൈലുകളും ഒരിക്കലും ഒരു ചർച്ചയുടെയും വിഷയമാകില്ലെന്ന് ഞാൻ വ്യക്തമായി പറയട്ടെ, തുർക്കി പ്രതിരോധ മന്ത്രി ഹഗാൻ ഫിദാനോടൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അരാക്ചി പറഞ്ഞു. ഇറാൻ ജനതയുടെ സുരക്ഷ മറ്റാരുടെയും കാര്യമല്ല. രാജ്യത്തെ പരിശോധിക്കാൻ ആവശ്യമായത്രയും പ്രതിരോധ ശേഷി ഞങ്ങൾ സംരക്ഷിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യും. സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾക്കെതിരെയുള്ള അടിച്ചമർത്തലിനെയും ഇറാനിയൻ ആണവ പദ്ധതി ഇല്ലാതാക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമത്തെയും തുടർന്ന് ഇറാനെ ആക്രമിക്കുമെന്ന് ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തുന്നതിനിടയിൽ ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിൽ ആഴ്ചകളായി സംഘർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം യുദ്ധമായാലും നയതന്ത്രമായാലും എല്ലാ സാഹചര്യങ്ങൾക്കും ടെഹ്റാൻ തയ്യാറാണെന്നും കഴിഞ്ഞ വർഷം ജൂണിൽ ഇസ്രായേലും അമേരിക്കയും ഇറാനിൽ വ്യോമാക്രമണം നടത്തിയതിനേക്കാൾ മികച്ച തയ്യാറെടുപ്പിലാണ് തങ്ങളെന്നും പറഞ്ഞു. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾക്കായി ശ്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഇറാൻ നമ്മുടെ പ്രതിരോധ ശേഷി നിലനിർത്തുകയും വികസിപ്പിക്കുകയും ചെയ്യുമെന്നതും അവയുമായി ചർച്ച നടത്തില്ലെന്നും കൂട്ടിച്ചേർത്തു. ഇറാനും അമേരിക്കയും ഉടൻ തന്നെ ചർച്ചാമേശയിലേക്ക് മടങ്ങണമെന്ന് സമ്മേളനത്തിനിടെ ഫിദാൻ ആവശ്യപ്പെട്ടു. മേഖലയിൽ കൂടുതൽ സംഘർഷം ഉണ്ടാകുന്നത് തടയാനുള്ള ഏകമാർഗം നയതന്ത്രമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തുതന്നെയായാലും ഇറാനും US തമ്മിലുള്ള സാഹചര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.